വെൽക്കം ടു എം ട്യൂട്ടർ യൂട്യൂബ് ചാനൽ. എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, നമ്മുടെ മെയ് 3, 2026 നടന്ന നീറ്റ് എക്സാം റദ്ദാക്കിയിരിക്കുകയാണ്. സോ വാട്ട്സ് നെക്സ്റ്റ്? നീറ്റ് എക്സാം എഴുതിയ എല്ലാ കുട്ടികളും ഇപ്പോൾ സങ്കടത്തിലാണെന്ന് നമുക്കറിയാം. നമ്മുടെ എം ട്യൂട്ടറിൻ്റെ നിരവധി സ്റ്റുഡൻസ് മെയ് 3 നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്യുകയുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരും അവരുടെ ഓരോ സങ്കടങ്ങളൊക്കെ കോളായും വാട്സപ്പ് ത്രൂ ഒക്കെ നമ്മളെ അറിയിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഓരോ കൺസേൺസും നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ഓരോ ചോദ്യങ്ങളുമാണ് എന്തുകൊണ്ട് ഇതൊരു വീഡിയോ ആക്കി അതേപോലെയുള്ള ചോദ്യങ്ങളും കൺസേൺസും മറ്റുള്ള കുട്ടികൾക്കും ഉണ്ടായേക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഹെൽപ്ഫുൾ ആകുമല്ലോ എന്ന് ഓർത്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഇപ്പോൾ നമ്മൾ അറിഞ്ഞ എല്ലാ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ എന്താണ് ആക്ച്വലി ഈ എക്സാമിന് നടന്നത് അല്ലെങ്കിൽ സംഭവിച്ചത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അതുകൂടാതെ ഇനി എന്ത് ചെയ്യണം അതാണ് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ നീറ്റ് UG 2026 എക്സാം നടന്നത് നമുക്കറിയാം മെയ് 3, 2026 ശേഷമാണ് നമ്മൾ ഈ ഒരു കോൺട്രവേഴ്സിയെ പറ്റി ഈ റീസെൻ്റ് ആയിട്ടുള്ള ന്യൂസ് ചാനലിലൂടെ നമ്മൾ അറിയുന്നത്. മെയ് 3, 2026 നടന്ന എക്സാം ഏകദേശം 22.79 ലക്ഷം സ്റ്റുഡൻസാണ് ഈ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു മെയ് 7 ഒക്കെ ആയപ്പോഴാണ് NDAയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു പേപ്പർ ലീക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം അവർ നോട്ടീസ് ചെയ്തത്. അപ്പോൾ ശേഷം അവരുടെ ഭാഗത്തു നിന്നുള്ള ഇൻവെസ്റ്റിഗേഷനും മറ്റു കാര്യങ്ങളൊക്കെ അവർ ഓൾറെഡി ആരംഭിച്ചു. നമ്മുടെ ഈ തവണത്തെ മെയ് 3 നടന്ന എക്സാമിൽ ഏകദേശം 22.79 ലാക്ക് സ്റ്റുഡൻസിനോളം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരമാണ് അതിനുശേഷമാണ് ഇങ്ങനത്തെ ഒരു മൽ പ്രാക്ടീസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞത്. നിലവിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇത് ഏകദേശം ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായത് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് പോലെ ഒരു രൂപേണ വാട്സപ്പിലൂടെയൊക്കെയാണ് പ്രചരിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് ഏകദേശം രാജസ്ഥാനിൽ നിന്നാണ് ഇത് ഫസ്റ്റ് ആയിട്ട് ലീക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്ന കാര്യം നോട്ടീസ് ചെയ്തേക്കുന്നത്. അതായത് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ത്രൂ നമുക്ക് അറിയാൻ സാധിച്ചത്. ഇത് ഇപ്പോൾ രാജസ്ഥാനിൽ നിന്ന് മുംബൈ ത്രൂ ഇപ്പോൾ ഈവൻ കേരളത്തിൽ വരെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വഴിക്ക് നടക്കുമ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ സൈഡിൽ നിന്ന് ഇതിനു വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇനി പറയുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ടും കൺസിഡർ ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്ക് നിലവിൽ NTA 2 പബ്ലിക് നോട്ടീസുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഒന്ന് മെയ് 10 അടുത്തത് മെയ് 12 2 പബ്ലിക് നോട്ടീസുകളാണ് നമുക്ക് വേണ്ടി NTA തന്നിട്ടുള്ളത്. ഇത് NTAയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ അല്ലെങ്കിൽ എക്സ് ചാനലിൽ ട്വീറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് മെയ് 10 പ്രസ് റിലീസിൽ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ഓൾറെഡി അവർ പറയുന്നത് മെയ് 3 ഇങ്ങനെ എക്സാം നടന്നിരുന്നു. മൊത്തത്തിൽ തന്നെ ഒരു ഫുൾ സെക്യൂരിറ്റി പ്രോട്ടോക്കോളോടെയാണ് അവരുടെ എക്സാം കണ്ടക്ട് ചെയ്തത്, അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്തിരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, അവരുടെ സെക്യൂരിറ്റി മെഷേഴ്സൊക്കെ അവർ കീപ്പ് ചെയ്തിരുന്നു എന്നുള്ള കാര്യങ്ങളായിരുന്നു അതിൻ്റെ അകത്ത് പറയുന്നത്. അതുകൂടാതെ ഞാൻ വീഡിയോയുടെ ബിഗിനിങ്ങിൽ പറഞ്ഞ പോലെ 7th May 2026 ആയപ്പോൾ, അതായത് ഒരു 4 ഡേയ്സിന് ശേഷമാണ് ഇങ്ങനെയൊരു മൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ട് എന്നുള്ളത് അവർ അറിഞ്ഞത്. ശേഷം 8 മെയ്യോടുകൂടി അവരുടെ ഇൻവെസ്റ്റിഗേഷനും മറ്റു കാര്യങ്ങൾ, ഇങ്ങനത്തെ ഇൻക്വയറീസ് കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേഷനൊക്കെ അതിന് പ്രോപ്പറായിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ആരംഭിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്താണ് അവരുടെ ഭാഗത്തുനിന്ന് പറ്റിയ തെറ്റ് കാര്യങ്ങളൊക്കെയാണ് അവർ ആ ഒരു പ്രസ് റിലീസ് മെയ് 10 പ്രസ് റിലീസിൽ പറയുന്നത്. ഇനി നമ്മുടെ റീസെൻ്റ് ആയിട്ട് വന്ന മെയ് 12 പ്രസ് റിലീസിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് അവിടെ അറിയാം ഇനി എന്താണ് സ്റ്റുഡൻസ് കരുതേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് അതിൽ മെയിനായിട്ട് പറയുന്നത്. അവർ ഓൾറെഡി പറയുന്നുണ്ട്, ദി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വിത്ത് ദി അപ്രൂവൽ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് ഡിസൈഡഡ് ടു ക്യാൻസൽ ദി NEET 2026 examination conducted on 3rd May 2026 and to reconduct the examination on dates that will be notified separately. അപ്പോൾ അവർ പറയുന്നത് NTA നടത്തിയത് മെയ് 3, 2026 നടത്തിയ എക്സാം പൂർണ്ണമായും റദ്ദാക്കുവാണ് എന്നാണ് അവർ ആദ്യമേ തന്നെ പറയുന്നത്. പകരം അവരെന്ത് ചെയ്യും, വീണ്ടും റീകണ്ടക്ട് ചെയ്യുന്നതാണ്. അതിനുള്ള ഡേറ്റ്സ് അവർ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അവരുടെ ഫസ്റ്റ് പ്രസ് റിലീസിൻ്റെ ഫസ്റ്റ് അവർ അറിയിക്കുന്നതാണ്. ശേഷം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ ഓൾറെഡി ആ ഒരു മാറ്റർ, അതായത് ഇങ്ങനെ ലീക്കായ ഈ ഒരു അലിഗേഷൻ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ള ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങൾ അവരുടെ രീതിയിലായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തതായി അവർ പറയുന്നത് ഏജൻസി കോൺഷ്യസ് ആണ്, ഇപ്പോൾ ഉണ്ടായ ഇൻകൺവീനിയൻസ് ഏജൻസി കോൺഷ്യസ് ആണ് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. NTA does not take that consequence lightly. The decision has been taken because the alternative would have caused greater and more lasting damage to that trust.
ഇനി അടുത്തതായി അവർ പറയുന്നത് നെക്സ്റ്റ് എങ്ങനെയായിരിക്കും എക്സാം അവരുടെ നടത്തുക, അല്ലെങ്കിൽ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ടത്, അല്ലെങ്കിൽ അവരുടെ സൈഡിൽ നിന്നുള്ള അടുത്ത അനൗൺസ്മെൻറ്റും കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ 4ാമത്തെ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അവരുടെ രജിസ്ട്രേഷൻ ഡേറ്റ്, അതുപോലെ തന്നെ കാൻഡിഡേച്ചർ ആൻഡ് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഓപ്റ്റഡ് ഫോർ ഇൻ ദി May 2026 സൈക്കിൾ വിൽ ബി ക്യാരിഡ് ഫോർവേഡ് ടു ദി റീകണ്ടക്റ്റഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ അവർ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നോ ഫ്രഷ് രജിസ്ട്രേഷൻ വിൽ ബി റിക്വയർഡ്. ഇനി പുതുതായി ആരും രജിസ്റ്റർ ചെയ്യേണ്ടി വരില്ല. കൂടാതെ ഇനി എക്സാമിന് മറ്റ് അഡീഷണൽ ഫീസും കാര്യങ്ങളൊന്നും വേണ്ടി വരില്ല. ഫീസ് ഓൾറെഡി പെയ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത് റീഫണ്ടും കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസിന് ചെയ്യും. പിന്നെ എക്സാം എന്താണ് ആ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ വിചാരിക്കുന്നത് ഒരു June 22 ടു അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റ് വീക്കോട് കൂടി നെക്സ്റ്റ് എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ചിലപ്പോൾ അതിന് മുന്നേ എന്താണെന്നുള്ള NTA വരുന്ന അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ പബ്ലിക് നോട്ടീസിനോ അനുസരിച്ച് നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. എന്തായാലും ഒരു 7 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിനെന്താണ് നെക്സ്റ്റ് ഒരു ഡേറ്റും മറ്റ് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ എന്തായാലും സാധിക്കും. ഇപ്പം നിലവിൽ വന്ന ഡീറ്റെയിൽസ് ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇനി കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഓൺ ടൈമായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ M-Tutorൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ പുതിയതായി ഒരു ചാനൽസ്, അതായത് ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. സോ അവിടെയും കൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും ഇൻഫർമേഷൻസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അതുകൂടാതെ എന്തെങ്കിലും എൻക്വയറീസോ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. കൂടാതെ നിങ്ങൾക്ക് എല്ലാ ചാനൽസിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. എന്തെങ്കിലും കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ വാട്സപ്പിൻ്റെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തേക്കാം. ഒപ്പം മെയിൽ ID യും കൊടുത്തിരിക്കാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ആസ് ഐ മെൻഷൻ ബിഫോർ, എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ ഉണ്ടെങ്കിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വയറീസ് അയക്കാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.